ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെക് ആർട്ട് ബ്ലോഗ് സഫാരി. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇലൂമിനേറ്റഡ് മേസൺ ജാർ അല്ലെങ്കിൽ ഹോളിഡേ മേസൺ ജാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബോണ്ട് പേപ്പർ, ബ്ലാക്ക് കളറും വൈറ്റും എടുത്തിട്ടുണ്ട്, തെർമോകോൾ കട്ടർ, സിസേഴ്സ്, പിന്നെ നമ്മുടെ ജാർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ഫെവിക്കോൾ, ഫാബ്രിക് പെയിൻറ്റിൻ്റെ വൈറ്റ്, പിന്നെ ഒരു ബ്രഷും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ജാർ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 2 ജാറ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ കളർ പേപ്പർ എടുക്കാം. ഇതിന് കഴിഞ്ഞ ദിവസം നമ്മളിത് പർച്ചേസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് കളർ ഷീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജാറിന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ബൾജ് ചെയ്തൊക്കെ നമുക്ക് കാണുന്ന അത്ര പോർഷനിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളിത് മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസിൻ്റെ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്രിസ്മസ് ഫ്ലേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ചിരട്ട കൊണ്ട് ഒരു സ്നോമാനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കൂ കേട്ടോ. നമ്മളപ്പോൾ ആ 2 ജാറിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഓയിൽ പേപ്പർ ചുമ്മാ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വരയ്ക്കുമ്പോൾ ആ ബ്ലാക്ക് ഷീറ്റ് ആയത് നിങ്ങൾക്ക് കാണില്ലല്ലോ, അത് കാണാൻ വേണ്ടി ചുമ്മാ അത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇതിനകത്തേക്ക് സ്കെച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എങ്കിലാണ് നമ്മുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. നമ്മളിപ്പോൾ 2-3 വീടും പിന്നെ ഒരു 2 ട്രീ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. വരച്ചതിന് ശേഷം നമ്മൾ തെർമോകോൾ കട്ടർ ഉപയോഗിച്ച് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ 2-3 ജനലും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ലൈറ്റിങ് വരും. ഭയങ്കര രസമാണ് കാണാനായിട്ട്. തെർമോകോൾ കട്ടർ യൂസ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് കൈക്ക് മുറിയാതെ സൂക്ഷിക്കണം കേട്ടോ. നമ്മളപ്പോൾ ആ ചെറിയ ജാറിലേക്ക് വേണ്ടി 2 ഡിയറിനെ വരയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ അതിനകത്തേക്ക് സ്കെച്ച് ചെയ്ത് വരയ്ക്കുന്നില്ല, അല്ലാണ്ട് തന്നെ അതിനകത്തേക്ക് നേരിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ടൈം ലാപ്സ് ഇട്ട് കാണിച്ചിരിക്കുന്നുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ നല്ല പേഷ്യൻസോടുകൂടി, ഒന്നും മുറിഞ്ഞു പോവാതെ ക്ഷമയോടുകൂടി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 2 ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് രണ്ടും ആ ജാർസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ആക്രിലിക് കളറിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. അത് ആ ജാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ആ വലിയ ജാറിനകത്തേക്ക് നമ്മളൊരു ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ വലിയ ജാറായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് പെയിൻറ്റ് കുറച്ച് ഒഴിച്ച് നമ്മളിങ്ങനെ കറക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടെണ്ണത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ സെറ്റപ്പൊക്കെ ആവാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ എങ്ങനെയുണ്ട് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട്? പൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വേസ്റ്റായിട്ട് കിടക്കണ ജാർ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ അമ്മേൻ്റെ അടുത്ത് അടുക്കളയിൽ കയറി നോക്കിയിട്ട് വേസ്റ്റായിട്ട് കിടക്കുന്ന ജാറൊക്കെ എടുത്ത് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാനും നിങ്ങൾ മറക്കരുത്. നമ്മുടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.